ഒരു ദിവസം നമ്മുടെ സ്പൈഡർമാൻ ഹൾക്കായി മാറുകയാണ്. അത് വെറും ഹൾക്കല്ല, നമ്മുടെ ഇമ്മോർട്ടൽ ഹൾക്കിൻ്റെ പവേഴ്സാണ് സ്പൈഡർമാന് ലഭിച്ചത്. അങ്ങനെ ഹൾക്കായി മാറിയ സ്പൈഡർമാൻ കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വലവിട്ട് പോകുന്നതിനാൽ അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തകരുവാൻ വരെ തുടങ്ങും. ഇപ്പം സ്പൈഡർമാൻ ഹൾക്കായി മാറുവാനുള്ള പ്രധാന കാരണം നമ്മുടെ ലോക്കിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്കി തൻ്റെ ദുഷ്ടത്തരവും വില്ലത്തരവും ഒക്കെ നിർത്തി നല്ലവനായി ജീവിക്കുവാൻ തീരുമാനിക്കും. ഭൂമിയിലെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കണമെന്ന് തീരുമാനിച്ച ലോക്കി രാത്രി സമയങ്ങളിൽ ബ്രൂസ് ബാനർ ഇമ്മോർട്ടൽ ഹൾക്കായി മാറി ചെറുതായി പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നറിഞ്ഞ് ഒരു ദിവസം രാത്രി ബ്രൂസ് ബാനർ ഇമ്മോർട്ടൽ ഹൾക്കായി മാറി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ സ്പൈഡർമാനുമായി ഒരു കെട്ടിടത്തിന് മുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലോക്കി അങ്ങോട്ട് ചെന്നിട്ട് നീ ഇനി ഭൂമിയിൽ ആർക്കും യാതൊരു കുഴപ്പവും ഉണ്ടാക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്നും പറഞ്ഞ് തൻ്റെ മാജിക് ഉപയോഗിച്ച് ഹൾക്കിൻ്റെ പവേഴ്സ് എല്ലാം ഹൾക്കിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്ത് കളയുകയാണ്. എന്നുവെച്ചാൽ ബ്രൂസ് ബാനറിൻ്റെ ദേഹത്തു നിന്നും ഗാമാറേഴ്സ് മുഴുവൻ നമ്മുടെ ലോക്കിയും തൻ്റെ മാജിക് ഉപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു. പക്ഷേ ഭൂമിയിൽ മാജിക് ഉപയോഗിച്ചാൽ അതിന് പ്രതികൂലമായി മറ്റൊന്ന് സംഭവിക്കുമെന്ന കാര്യം ലോക്കി ആ സമയത്ത് മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കിയുടെ മാജിക് കാരണം പുറത്തേക്ക് വന്ന ഹൾക്കിൻ്റെ പവേഴ്സ് എല്ലാം അഥവാ ഗാമ റേഡിയേഷൻസ് മുഴുവൻ ഹൾക്കിൻ്റെ കൂടെ അവിടെ നിന്നിരുന്ന നമ്മുടെ സ്പൈഡർമാൻ്റെ ദേഹത്തേക്ക് ചെന്ന് വീണു. അങ്ങനെയാണ് നമ്മുടെ സ്പൈഡർമാൻ ഹൾക്കായി മാറിയത്. അങ്ങനെ പിന്നീട് ബ്രൂസ് ബാനറിനെയും സ്പൈഡർമാനെയും പഴയതുപോലെ ആക്കുവാൻ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഒന്നിച്ച് ആദ്യം ലോക്കിയുടെ അടുത്ത് ചെന്ന് ബ്രൂസിനെയും സ്പൈഡർമാനെയും പഴയതുപോലെ ആക്കുവാൻ പറഞ്ഞതും അപ്പോൾ തന്നെ തൻ്റെ തെറ്റ് മനസ്സിലായ ലോക്കി സ്പൈഡർമാനെയും ബ്രൂസിനെയും പഴയതുപോലെ ആക്കുവാൻ നോക്കുമെങ്കിലും ലോക്കിയുടെ മാജിക്കിന് അവരെ പഴയതുപോലെ ആക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷെ പിന്നീട് നമ്മുടെ സ്പൈഡർമാൻ തന്നെ പഴയതുപോലെ ആകുവാനായി ഒരു വഴി സ്വയം കണ്ടെത്തുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹൾക്ക് ബ്രൂസിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹൾക്കിന് തൻ്റെ ചുറ്റുമുള്ള ഗാമ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുവാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ബ്രൂസ് ബാനറിൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ചെറിയ തോതിൽ ഹൾക്ക് അഥവാ ഗാമ റേഡിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കയ്യിലുള്ള കണ്ടെയ്ൻമെൻറ്റ് ബോക്സിൽ ബ്രൂസിനെ ഇരുത്തി ആ കണ്ടെയ്ൻമെൻറ്റ് ബോക്സ് ഉപയോഗിച്ച് ഒരു ഗാമ റേഡിയേഷൻസ് അടങ്ങിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി ബ്രൂസിനെ ചെറിയൊരു ഹൾക്കാക്കി മാറ്റിയാൽ പിന്നീട് സ്പൈഡർമാൻ്റെ ദേഹത്തുള്ള ഗാമ റേഡിയേഷൻസിനെ മുഴുവൻ അബ്സോർബ് ചെയ്ത് പൂർണ്ണമായും ഹൾക്കായി തിരിച്ചു മാറുവാൻ ബ്രൂസിന് സാധിക്കും. അങ്ങനെ രാത്രിയിൽ സ്പൈഡർമാൻ ഹൾക്കായി മാറിയ സമയത്ത് തന്നെ ഫാന്റാസ്റ്റിക് ഫോർ നൽകിയ കണ്ടെയ്ൻമെൻറ്റ് ബോക്സ് ഉപയോഗിച്ച് ഒരു ചെറിയ ഗാമ പൊട്ടിത്തെറി ഉണ്ടാക്കി ബ്രൂസ് ചെറിയൊരു ഹൾക്കായി മാറുന്നു. എന്നിട്ട് ബ്രൂസും സ്പൈഡർമാനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിൽ ബ്രൂസ് സ്പൈഡർമാൻ്റെ ദേഹത്തുള്ള ഗാമ റേഡിയേഷൻസ് മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്തു. അങ്ങനെ ബ്രൂസും സ്പൈഡർമാനും പഴയതുപോലെയായി. അങ്ങനെ ഹൾക്കും സ്പൈഡർമാനും പഴയതുപോലെയായി. എല്ലാം ശരിയായെങ്കിലും ഈ കഥയുടെ അവസാനം അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം നടക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്ന രഹസ്യം എല്ലാവരും അറിഞ്ഞ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ എന്തോ സഹായത്താൽ എല്ലാവരുടെയും മനസ്സിൽ നിന്നും പീറ്റർ പാർക്കർ എന്ന തൻ്റെ ശരിയായ ഐഡൻറ്റിറ്റി സ്പൈഡർമാൻ മായ്ച്ചു കളഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹൾക്ക് സ്പൈഡർമാനെ പീറ്റർ പാർക്കർ എന്ന് വിളിച്ചാണ് സ്പൈഡർമാനോട് സംസാരിക്കുന്നത്. അത് കേട്ട് സ്പൈഡർമാൻ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൾക്കിന് പീറ്റർ പാർക്കറിനെ ഓർമ്മയുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാജിക് ഹൾക്കിനെ ഏറ്റിട്ടില്ല. ഇപ്പം തന്നെ ലോകത്തുള്ള ഒരാൾക്കെങ്കിലും ഓർമ്മയുള്ളത് കണ്ട് നമ്മുടെ സ്പൈഡർമാന് സന്തോഷമാകുകയാണ്. അങ്ങനെ പിന്നീട് ഈ കഥയുടെ അവസാനം പിന്നെ കാണാമെന്ന് സ്പൈഡർമാനോട് പറഞ്ഞ് ഹൾക്ക് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.